എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഇവർ ഞാൻ ഇന്ന്. ഹലോ ഹലോ, സുധാമണിയല്ലേ? അതെ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. നിങ്ങൾ എന്തുമാതിരി ഭാര്യയാ? ഭർത്താവ് ഇവിടെ ക്രിട്ടിക്കലായി കിടക്കുന്നു. പ്രത്യേകം പറഞ്ഞതല്ലേ രാവിലെ തന്നെ എത്തണോന്ന്. ഞാൻ വന്നോളാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വരണ്ട. നിങ്ങളുടെ ഭർത്താവിന് ആവശ്യമാണെങ്കിൽ മാത്രം വന്നാ മതി. പെട്ടെന്ന് വരണം. എന്റെ പൊന്നു ബാലു, ഇങ്ങനെ ഓരോന്നിന്റെയും പുറകെ പിടിച്ച് തൂങ്ങാതെ. കിരൺ ചിലപ്പോ എന്തെങ്കിലും ഓഫീസ് കാര്യം പറയാൻ ഡയൽ ചെയ്തു. റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ഇപ്പൊ പറയണ്ടാന്ന് കരുതിയത്. അത്രേ ഉള്ളൂ. എന്റെ പൊന്നോ, ഒന്ന് മേച്ചു കൊണ്ടുവന്ന കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാ. നോക്കിക്കോ അങ്കിളെ, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഞാൻ ചെയ്യേണ്ടതൊക്കെ ആ ബാലു തന്നെ ചെയ്തോളും. ലോകത്ത് അപർണയുടെ ഏറ്റവും വലിയ ശത്രു ബാലുവായി മാറും. അവിടെ ഒരു പുകച്ചിലിന് പിറകെയുള്ള വിളിയായത്. ഹലോ അപർണ. ആ സാറ് എന്നെ വിളിച്ചിരുന്നോ? അല്ല, നമ്മുടെ TD നഗറിലെ പ്രോജക്റ്റിന്റെ ഫയലിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, പക്ഷേ റിങ്ങിന് തുടങ്ങിയപ്പോഴാ ഈ സമയത്ത് ഇനി അപർണയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തീരുമാനിച്ചത്. സാരമില്ല, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ അപർണ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതിനാ ബാലു ആവശ്യമില്ലാതെ സംശയിച്ചത്. ആവശ്യമില്ലാത്ത സംശയം വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുവേ. അപ്പൊ അങ്കിളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ബാലുവിനെ വെട്ടി ഈ കിരൺ അപർണയെ നേടിയിരിക്കും. ലക്ഷ്യം സാധിക്കുന്നതിലേക്കുള്ള ഒരു സൂപ്പർ കരുനീക്കം 2 ദിവസത്തിനുള്ളിൽ ഞാൻ നടത്തിയിരിക്കും. എന്ത് നീക്കോടാ മോനെ? അത് അങ്കിള് നേരിട്ട് കണ്ടോ. സിറ്റി ഹോസ്പിറ്റൽ. ഞാൻ എടുക്കുന്നതിന് മുന്നേ അമ്മ ഫോൺ തട്ടിയെടുക്കുന്ന പോലെ എടുത്തത്. ആശുപത്രി എന്നുള്ള കോളായിരുന്നെങ്കിൽ അമ്മയ്ക്ക് പരസ്യമായി സംസാരിച്ചുവിടുന്നു. അപർണേച്ചി, ഏട്ടാ, നമുക്കിത് ഫോളോ ചെയ്തേ പറ്റൂ. അമ്മയുടെ കാര്യത്തിൽ നമ്മൾ ശക്തമായി ഇടപെടണം. അത് വേണം, ഉറപ്പായിട്ടും വേണം. നാളെ മുതൽ ഞാൻ അമ്മയെ ഫോളോ ചെയ്യാൻ പോവാം. അമ്മ എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു ഒക്കെ എനിക്കറിയണം. സാഗർ, മീനാക്ഷി, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇടപെടണ്ട. അല്ല ഏട്ടാ, ഞങ്ങൾക്കും അറിയണം. ആ മീനാക്ഷി, ഏട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. വരട്ടെ, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. തൽക്കാലം അമ്മയോട് ചോദിക്കോ പറയോ ഒന്നും വേണ്ട. അതേടാ, കുറെ ദിവസങ്ങളായി അമ്മയുടെ രീതികൾ മാറിയത് അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തന്നെ തീരുമാനിക്കാം. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. ഗുഡ് മോർണിംഗ്.
ഞാൻ കോർപ്പറേഷൻ ഓഫീസിലെ ഹെൽത്ത് വിങ്ങിൽ നിന്ന്. അവിടുത്തെ റെസ്റ്റോറന്റിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനാ. പറയൂ സാർ. റെസ്റ്റോറന്റ് വൃത്തി, ആഹാരത്തിന്റെ ക്വാളിറ്റി ഇതെല്ലാം പഠിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പല ഹോസ്പിറ്റൽസിന്റെയും റെസ്റ്റോറന്റിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരാളം പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ സാർ, സിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ വളരെ ഉത്തരവാദിത്തോടെയാണ് റെസ്റ്റോറന്റ് നടത്തുന്നത്. പുറത്തുനിന്ന് ഭക്ഷണം വരുത്താറില്ല. എല്ലാം ഞങ്ങൾ തന്നെ പാചകം ചെയ്യുന്നതാ. അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. സുധാമണി എന്നൊരു സ്ത്രീയല്ലേ നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്? നിങ്ങളവർക്ക് കോൺട്രാക്ട് കൊടുത്തേക്കുമല്ലേ? സുധാമണിയോ? ഏത് സുധാമണി? സിറ്റിയിലെ കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന സുധാമണിയെ അറിയില്ലെന്നാണോ? ഏതോ 1-2 ആശുപത്രിക്കൊക്കെ അവരാ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അവരുടെ പ്രോഡക്ട്സ് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്താനാ ഞാൻ ചോദിക്കുന്നത്. സാർ, സാറ് പറയുന്ന സുധാമണിയെ ഞങ്ങൾ അറിയുകൂടിയില്ല. ഞങ്ങളുടെ റെസ്റ്റോറന്റ് ആർക്കും കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റൽ ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന പാചകക്കാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇതുവരെ ഒരു ആഹാര സാധനവും പുറത്തുനിന്ന് വരുത്തിയിട്ടില്ല. പറഞ്ഞില്ലേ, സുധാമണിയെ അറിയുകൂടിയില്ല. എന്നിട്ടല്ലേ സാർ ആഹാരം വരുത്താൻ? ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഞാൻ വീണ്ടും വിളിച്ചോളാം. ഓക്കെ സാർ. അതുപോലെ ആ സന്ദീപ്, അവന്റെ 32 പല്ലും ഞാൻ അടിച്ച് താഴെ എടുത്തു. ആ ദാ മോള് വന്നു. അപ്പോ ദാ വിളിക്കുന്നു മമ്മി. ഹലോ മമ്മി. മോളെ, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാനാ വിളിച്ചത്. ബാലു ഫോൺ എടുത്തു. ബാലു പക്ഷേ എന്താ മമ്മി, ബാലു മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആ പോട്ടെ, സാരമില്ല. ബാലുവിന് നല്ല പ്രയാസം കാണും. മോളെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. അന്ന് കാണിച്ച അവിവേകത്തിന് മാപ്പ്, 1000 വട്ടം മാപ്പ്. അടുത്ത ദിവസം തന്നെ നേരിട്ട് വീട്ടിൽ വന്ന് മാപ്പ് പറയണോന്ന് കരുതിയതാ. അത് സാധിച്ചില്ല. ഇപ്പതാ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുക. മമ്മി പറയുന്നത് വിശ്വസിക്കാമോ? 100% സത്യസന്ധമായിട്ടാ മോളെ ഞാൻ പറയുന്നത്. എന്നെ വിശ്വസിക്കുക. ഒരു മിനിറ്റേ, ദാദാ അമ്മ പറയും. മോളെ, അച്ചമ്മയുടെ അപ്പൂ, അച്ചമ്മയ്ക്കും മാപ്പ് തരണം. ദേ, ഇത് അഭിനയല്ല, സത്യമായിട്ട് ഞാൻ പറയുക. എന്നെ എടുത്ത് കിണറ്റിലിടണോന്നാ ബാലു പറഞ്ഞത്. ഞാനന്ന് കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ കിണറ്റി ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. ആ പോട്ടെ അച്ഛമ്മ, ബാലുവിന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാലല്ലേ ബാലുവിന്റെ പ്രയാസം മനസ്സിലാവൂ. പോട്ടെ. അപ്പോ കഴിഞ്ഞതൊക്കെ നീ മറന്നല്ലോ? ഇപ്പം മമ്മി പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഞാൻ മറക്കും. ആ അത് മതി. ബാലുവിനോടും പറയണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതായിട്ട് സങ്കല്പിക്കാൻ. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ആ വേറൊന്നുമില്ലല്ലോ, കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ഓക്കെ മോളെ. സത്യം പറഞ്ഞ മമ്മിക്ക് ഇപ്പോഴാ സമാധാനമായത്. എന്റെ മോൾക്കൊരു ഉമ്മ. ആ മമ്മിക്ക് ഒരു ഉമ്മ. എങ്ങനുണ്ട്? ബാലുവിന്റെ മനസ്സ് ക്ലീൻ ആയില്ലേ? മനസ്സിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയില്ലേ? നമ്മൾ അഭിനയിച്ചതൊക്കെ അവള് വിശ്വസിച്ചു. അടുത്ത നീക്കത്തിനുള്ള മുന്നോടിയാണ് നമ്മുടെ ഈ മാപ്പ് പറച്ചിലെന്ന് അവൾ അറിയുന്നില്ലല്ലോ. ഇപ്പോ ആന്റിയോടും അച്ഛമ്മയോടുമുള്ള ദേഷ്യം മാറി. എന്തിനാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ വൈകാതെ എന്തോ ഒരു സുന്ദരമായ നീക്കം നടത്താൻ പോവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ആന്റിയും അപർണയും ഒക്കെ അടുപ്പത്തിലാണെന്നും പറഞ്ഞു. എന്ത് നീക്കമായാലും കുഴപ്പമില്ല. ആ സുധാമണി വീഴണം, അപർണ തിരിച്ചു വരണം.
അവള് വരും, ഞാൻ വരുത്തും. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തിന്റെ ദിവസങ്ങൾ എന്താണെന്ന് അറിയുകയാ. അങ്കിളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നേച്ചർ ക്ലബ് എന്ന പേരുള്ള സംഘടനയിൽ നിന്ന് വരിക. ബ്ലഡ് ഡൊണേഷൻ, ചാരിറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാലോ. പിന്നെ സിറ്റി ഹോസ്പിറ്റലിലാണ് ഞങ്ങളുടെ വർക്ക്. PROയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പേഷ്യൻസിനെ വിസിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഹെൽത്ത് പ്രോഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്. തെർമോമീറ്റർ ഉൾപ്പെടെ ചില ഉപകരണങ്ങൾ അടങ്ങിയ ഹെൽത്ത് പാക്കറ്റാ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത്. അത് കൊള്ളാം. അങ്കിൾ ഇത് ഏറ്റുവാങ്ങണം. തീർച്ചയായും. പേഷ്യൻസിന്റെ വിവരങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്കിളുടെ പേരൊന്ന് പറയാമോ? തൽക്കാലം അതൊന്നും എഴുതണ്ടേ. നീ എഴുതണമെന്ന് നിർബന്ധമാണെങ്കിൽ ഊരും പേരും ഇല്ലാത്തവൻ അങ്ങനെ എഴുതിയാ മതി. അയ്യോ, അതെന്താ അങ്കിളെ അങ്ങനെ പറഞ്ഞത്? അങ്കിളിന്റെ വീട്ടുകാരാരുമില്ലേ? ഉണ്ട്. എനിക്ക് മോളെ പോലൊരു മോളുണ്ട്. ആ മോളെ കാണാൻ കൊതിച്ചിരിക്കുക ഞാൻ. ആ മോൾ എവിടെയാ അങ്കിളെ? പറയുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഞങ്ങള് സഹായിക്കാം. അതെ അങ്കിളെ, എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. വേണ്ട, ആ മോളെ ഞാൻ കാണുന്നുണ്ട്. അങ്കിളിന് എത്ര കുട്ടികളാ? എനിക്ക് 3 മക്കളാ. ഏതായാലും എന്റെ കുടുംബകാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആ പാക്കറ്റിങ് തന്നോളൂ. അങ്കിളിന് ഈ ഹെൽത്ത് പാക്കറ്റ് തരുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ തീർച്ചയായും എടുത്തോ. ഗൗരി, ഫോട്ടോ എടുത്തു. ശരി.
നീ എന്ത് ഇവിടുന്ന് ആഹാരം കഴിക്കുന്നത്? അതിനിവിടെ വിളമ്പിത്തരാൻ അമ്മയില്ലല്ലോ. അമ്മ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പ വരുന്നു എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്റെ രീതിയിൽ തന്നെ അങ്ങ് ചെയ്യാന്ന് കരുതി. നീ ഡൈനിങ് ടേബിളിലിരുന്ന് കഴിക്ക്. ഞാൻ ചോറ് അങ്ങോട്ട് കൊണ്ടുവരാം. ചെല്ല്. വേണ്ട, എന്തായാലും കഴിച്ചു തുടങ്ങിയില്ലേ, ഇവിടെ നിന്ന് കഴിക്കാം. ഇതും ഒരു സുഖം തന്നെയാ. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം, നീ കഴിക്ക്. അയ്യോ സോറി അങ്കിൾ. സാരമില്ല. അങ്കിൾ അപർണേച്ചിയുടെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? അതെ. അങ്കിൾ വരൂ, എന്റെ ചേട്ടനാ കല്യാണ പയ്യൻ. ഇത് അപർണേച്ചിയുടെ ബന്ധുവല്ലേ? അന്ന് കല്യാണത്തിനുണ്ടായ ആള്. നോക്കട്ടെ. ഏയ്, ഇയാളെ എനിക്കറിയില്ല. ഇങ്ങനൊരു ബന്ധു ഞങ്ങൾക്കില്ല. ഇങ്ങനൊരു ബന്ധു ഇല്ലേ? ഞാനല്ലേ ഇദ്ദേഹത്തെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയത്. ഏയ്, ഇങ്ങനൊരു ബന്ധുവുള്ളതായിട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ചിലപ്പോ മാസ്ക് വെച്ചതുകൊണ്ട് തിരിച്ചറിയാത്തതായിരിക്കും. ഇത് വെറുതെ ഇന്റർനാഷണൽ പ്രശ്നമൊന്നും ആക്കണ്ട. എനിക്ക് കുറെ ജോലി കിടക്കുക. ഞാൻ ജോലി തീർക്കട്ടെ. ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരും മറിഞ്ഞു നിൽക്കുന്ന പോലെ. ശരിയാണല്ലോ. റിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ഫോൺ എടുക്ക്. ഹലോ. എന്താ നിന്റെ ഹലോയ്ക്കൊരു കട്ടി? ദേഷ്യം മാറിയില്ല ഇതുവരെ? എന്റെ സ്ഥാനത്ത് മമ്മിയാണെന്ന് കരുതി ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പ അറിയാം ദേഷ്യം മാറുവോ ഇല്ലയോന്ന്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പോട്ടെ മോളെ. അതെങ്ങനെ അങ്ങ് പോവും? എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ എന്റെ മുമ്പിൽ വെച്ച് അവഹേളിക്കാന്ന് വെച്ചാ അത് എന്നെ അവഹേളിക്കുന്നതിന് തുല്യമാ. അതങ്ങനെ അങ്ങ് പോട്ടേന്ന് വെക്കാൻ പറ്റില്ല. ശരി, കഴിഞ്ഞതിനെല്ലാം മാപ്പ് പോരെ. ഇനി നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. പറഞ്ഞാ മതി, അതും ചെയ്യാം. കാര്യം എന്താന്ന് വെച്ചാ മമ്മി പറ. ഞാൻ പറയാം, നീ കേട്ടാലുടനെ നോ പറയരുത്. എന്താ കാര്യം? ബാലു നീയും ഇങ്ങോട്ട് വരണം. നോ, വരില്ല. ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരില്ല. മോളെ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. മമ്മിക്ക് അന്നൊരു തെറ്റുപറ്റി. മമ്മി അത് സമ്മതിക്കുന്നു. സംഭവിച്ച തെറ്റ് ഇനി ആവർത്തിക്കില്ല. ഇതിപ്പോ നിന്റെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരണം. അതിനുവേണ്ടിയാ വിളിപ്പിക്കുന്നത്. എന്റെ ഏത് സന്തോഷത്തിൽ പങ്കുചേരണമെന്നാ അമ്മയെ പറയുന്നേ? നീ കിരണിന്റെ കമ്പനിയില് സിഇഒ ആയ വിവരം ഞങ്ങൾ അറിഞ്ഞു. മക്കളുടെ ഉയർച്ചയില് ഏത് രക്ഷകർത്താവിനും അഭിമാനമല്ലേ മോളെ? നിന്റെ ഈ പ്രൊമോഷന്റെ പേരില് നമുക്കിവിടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി നടത്താം. താങ്ക് യു മോളെ. സുധാമണിയെ ഇവിടെയെങ്കിലും കാണാറില്ലല്ലോ, എന്തു പറ്റി? ഞാനിവിടെ ഉണ്ട് ഗണേശ. എന്താ രണ്ടാളും കൂടി? നമ്മുടെ അപർണ മോള് കമ്പനിയിലെ വലിയ ഓഫീസറായല്ലയോ? ആയി ഗണേശ മാമ, ചേച്ചി കമ്പനിയിലെ സിഇഒ ആയി. അവിടുത്തെ ടോപ്പ് ആളാ.
എന്താ സുധാമണി, ഇതൊക്കെ ഞങ്ങളും അറിയണ്ടേ? സുധാമണി, ഈ കോളനിയിൽ ആർക്കെങ്കിലും ഒരു നേട്ടം വന്നാ അതിന്റെ സന്തോഷം കോളനിയിൽ എല്ലാവരും കൂടി ആഘോഷിക്കും. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് മറന്നുപോയോ? അപർണ മോള് CEO ആയത് ഈ ഒറ്റ വീട് കോളനി ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കും. അതെ. അല്ല വേണോട്ടാ, അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവൂലേ? കോളനിക്കാർക്ക് ബുദ്ധിമുട്ടാവോ? സുധാമണിയുടെ രീതികൾ ആകെ മാറിപ്പോയല്ലോ. മക്കളെ, അമ്മയ്ക്ക് ഇതെന്തു പറ്റി? അതെ, മുമ്പേ ഏത് കാര്യത്തിന് മുന്നിൽ നിന്നത് സുധാമണി ആയിരുന്നില്ലേ? സജീവൻ IPS വിളിച്ചതാ. ഫാമിലി ആയിട്ട് ഇങ്ങ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. യാമിനി, ശിവനെ കുടുംബത്തെ വിളിക്കണ്ടേ? നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലേ? അയ്യടാ, ഓട്ടക്കാരനെ പാർട്ടിക്ക് വിളിക്കാനോ? ബെസ്റ്റ് പാർട്ടി നമ്മുടെ ബന്ധം വെച്ചിട്ടല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് വേണം വിളിക്കാൻ. അല്ലേ മോളെ? ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങളൊക്കെ നാളെ തിരിച്ചറിയും. ആയിക്കോട്ടെ മക്കളെ, നാളത്തെ കാര്യമല്ല, നമുക്ക് ഇന്നത്തെ കാര്യം നോക്കിയാ മതി. അതെ, അമ്മ പറയുന്നതാ നേര്. നമുക്ക് ഇന്നത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ഇന്നത്തെ പാർട്ടിക്ക് എത്ര രൂപയാ നമ്മൾ ചെലവാക്കുന്നതെന്ന് അറിയാലോ? അത്രയും ചെലവാക്കുമ്പോ ആ നിലവാരത്തിലുള്ള ആൾക്കാര് മതി പങ്കെടുക്കുന്നത്. അയ്യോ, എന്റെ കുറെ സംബന്ധക്കാര് ഒരു തർക്കം കാശിന് വകയില്ലാത്ത ആൾക്കാരാ. ഞാൻ ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. യാമിനി, ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ, അതൊക്കെ നടക്കും. ഇന്നത്തെ പാർട്ടിയിൽ എന്റെ ഭർത്താവിന്റെ സഹോദരി, അമ്മയുടെ മകൾ ഒക്കെ ശരി തന്നെയാ. പക്ഷെ ഞാനുമായിട്ട് ആ മഹിമ തീരെ ചേരില്ല. സ്വന്തം തള്ളയായ ഞാനുമായിട്ട് ചേരുന്നില്ല, പിന്നല്ലേ നീയുമായിട്ട്. നീ ഒന്ന് സമാധാനപ്പെട്, അവള് വരട്ടെ. മഹേഷിന്റെ വേറൊരു പതിപ്പ. എന്ത് പറഞ്ഞാലും വലിയ ആദർശം കണ്ടുപിടിക്കും. ഇന്നിനിയിപ്പോ വന്ന് എന്ത് കുറ്റങ്ങളാണാവോ എനിക്കെതിരെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തിനാ അവളിപ്പോ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? സമാധാനപ്പെടുമോളെ, നിന്റെ അമ്മ കൂടെ ഇല്ലേ? മഹിമ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. എന്നെ ഉപദേശിക്കാൻ എങ്ങാനും വന്ന എന്റെ സ്വഭാവം മാറും. ആദ്യം അവളൊന്ന് വന്നോട്ടെ. ഹലോ അമ്മേ. അപ്പൊ മോളെ, എന്താ നിങ്ങൾ വരാൻ വൈകുന്നേ? നിങ്ങളിപ്പോ എവിടെയാ? ഓഫീസിലാ? അമ്മേ, ഞങ്ങളിപ്പോ വീട്ടിലാ. വീട്ടിലെന്ന് വെച്ചാ മോളെ വീട്ടിലാ? അതെ അമ്മേ, എന്റെ വീട്ടിലാ. അമ്മേ സോറി, ഒക്കെ ഞങ്ങള് വന്നിട്ട് പറയാന്ന് വെച്ചു. ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ CEO ആയതിന്റെ സന്തോഷം പപ്പയും മമ്മിയും കൂടെ ഒന്ന് ആഘോഷിക്കുക. ബോറായിപ്പോയി.
ഇങ്ങോട്ട് പോരുന്ന കാര്യം അമ്മയോടും സാഗറിനോടും മീനാക്ഷിയോടും പറയാത്തത് അന്ന് വിരുന്നനായിട്ട് ഇവിടെ വന്നപ്പോൾ ഉള്ള വിഷമം ഇതുവരെ മാറിയില്ലല്ലോ. അതുകൊണ്ട് ബാലു ഞാനും കൂടെ തീരുമാനിച്ചു അമ്മയോടൊന്നും പറയണ്ടെന്ന്. അമ്മയും സാഗറിനെയും മീനാക്ഷിയെയും ഇനിയും സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി. അതാ അമ്മ അവിടെ പറയാതെ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നത്. പാർട്ടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങള് ചിലപ്പോ ലേറ്റ് ആവും. അമ്മ വെയിറ്റ് ചെയ്യണ്ട, ഭക്ഷണം കഴിച്ച് കിടന്നോളൂ. സാഗറിനോട് പറഞ്ഞേക്കണേ. ആ ശരി മോളെ, മോള് വിഷമിക്കണ്ട. പാർട്ടിയൊക്കെ സന്തോഷായിട്ട് ആഘോഷിക്ക്. സാഗറിനോടും മീനാക്ഷിയോടും ഞാൻ പറഞ്ഞോളാം. ഓക്കെ മോളെ. ഓക്കെ അമ്മേ. ആ നന്നായി പോയി. ഇവിടെ എന്തൊക്കെയായിരുന്നു മേളം. സിഇഒ ആക്കല്, ആഘോഷ കമ്മിറ്റി, മലപ്പുറം കത്തി, അമ്പും വില്ലും. ഇപ്പതേ പവനായി ശവമായി. കോളനി മരിച്ച വീട് പോലെയായി. അവരിന് ഇവിടുത്തെ കോപ്രായങ്ങളെല്ലാം അറിഞ്ഞു കാണും. നിങ്ങളുടെ പാർട്ടി പങ്കെടുക്കാൻ ആ കൊച്ചിന് നാണക്കേടായിരിക്കും. ബാലുവിനെ വിളിച്ച് എങ്ങോട്ടോ പോയതാ. വീട്ടില് പാർട്ടിന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ. സുധാമണി വിഷമിക്കാതെ. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ. വിഷമിക്കണ്ടെന്ന്, നമ്മളോട് ദേഷ്യം തോന്നണ്ടെന്ന്. ക്ഷമിക്കണം. സുധാമണി, ഞങ്ങളെ കൊച്ചാക്കി സംസാരിക്കല്ലേ. സുധാമണി എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? സുധാമണി പറഞ്ഞിട്ടല്ലല്ലോ ഞങ്ങൾ ഈ പാർട്ടിയൊക്കെ സംഘടിപ്പിച്ചത്. അപർണ ഞങ്ങളുടെയും കൂടെ കുട്ടിയാ, അതുകൊണ്ടാ. തങ്കം, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നീ ചെന്ന് നോക്ക്. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ശരി സാർ. ഇത് ബാലുവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗ്ലാസ്. ഞാനിവിടെ സ്റ്റെയറിന്റെ ഭാഗത്തുണ്ട്. അങ്കിൾ എവിടെയാ? ഞാനിവിടെ കിച്ചൺ റൂമിലുണ്ട്. ആ തങ്കത്തിനെ പറഞ്ഞയച്ചു. ബാലുവിന്റെ ഗ്ലാസ്സിൽ മദ്യവും ചേർത്തു ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ഇനി അതുകൊണ്ട് കൊടുത്താൽ മതി. അടിപൊളി അങ്കിളെ. ദേ, ഇന്ന് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും.